അസ്സലാമു അലൈക്കും മോൾ. ഒരുപാട് നാളുകൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഇടയ്ക്ക് കമൻറ്റ് ബോക്സിൽ ചിലരെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇടാത്ത, എത്ര തിരക്കാണെങ്കിലും വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസിനായിട്ട് കാത്തു നിൽക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. മേ ബി വിരലിലെണ്ണാവുന്ന ആൾക്കാരായിരിക്കും വന്ന് ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ വന്ന് ചോദിക്കുമ്പോഴല്ല ഭയങ്കര സന്തോഷമാണ്. ആരൊക്കെയോ എന്നെയും കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇന്നത്തേത് ഒരു റമദാൻ വ്ളോഗാണ്. മാത്രമല്ല എൻ്റെ കിച്ചണിൽ ചെറിയൊരു മേക്ക് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൗണ്ടർ ടോപ്പിൽ ചെറിയ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതും അതിൻ്റെ ഷോപ്പിംഗ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു റമദാൻ ഡേ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, അതായത് കുക്കിങ്ങും എല്ലാം മിക്സപ്പായിട്ട് ഒരു വ്ളോഗ് ആണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉന്നക്കായൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. മാത്രമല്ല ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ 2-3 തവണ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉന്നക്കായൻ്റെ 2-3 തരത്തിലുള്ള പ്രിപ്പറേഷൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ എന്തായിരുന്നു എൻ്റെ തിരക്കുകൾ എന്നുള്ളത് ഞാൻ പറയാം. ഇതാ ഞാൻ ഉന്നക്കായ അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ചെറിയൊരു എന്താ പറയുക പൊട്ടറ്റോ മാഷർ, അതിലാണ്. ഇത് നോർമലി പൊട്ടറ്റോ ഉടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിലാണ് ഉന്നക്കായൻ്റെ മാവ് റെഡിയാക്കുന്നത്. നല്ല ചൂടോടുകൂടി, അതായത് തൊലി കളഞ്ഞിട്ട് ആവിയേറ്റി വേവിച്ചിട്ടുള്ള ഉന്നക്കായ ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ല, നമ്മൾ ചൂടാറുന്നതിന് മുൻപ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടകളും ഇല്ലാതെ നല്ല വൃത്തിക്ക് നമുക്ക് അതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ കിട്ടും. അടിപൊളിയായിട്ടുള്ളൊരു ഉന്നക്കായൻ്റെ ഡോ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് മുൻപ് ഞാൻ നമ്മുടെ എന്താ പറയുക കൈ കൊണ്ട് തന്നെ ഉടക്കുന്ന രീതിയിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് പണികൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർ ഈ ഒരു പൊട്ടറ്റോ മാഷർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ട്രെൻഡിയോളിൽ പ്രോഡക്റ്റ് നല്ല ഓഫേഴ്സിലെല്ലാം കാണാറുണ്ട്. ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് വലിയ മാഷർ തന്നെ വാങ്ങാൻ നോക്കുക. കാരണം അതാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ചെറുതാകുമ്പോൾ കുറേ തവണ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. വാങ്ങിയത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്, അതുകൊണ്ട് തന്നെ 2-3 തവണ ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം 1.5 കിലോ പഴം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു. എന്തായാലും ഒരു എന്താ പറയുക ലൈഫ് സേവർ ഡിവൈസാണ് എനിക്കിത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉന്നക്കായ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉന്നക്കായ എന്ന് പറഞ്ഞ സ്നാക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടത് മില്യൺസൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യൂസ് ഇൻസ്റ്റഗ്രാം. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്തുകൊണ്ടാണ് എന്തായിരുന്നു എൻ്റെ തിരക്കുകൾ എന്നുള്ളത് ഞാനിപ്പോൾ ഇനിയും അടുത്ത് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കട്ടോ. ബിസി ആവാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ക്രോക്കറി ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ നാട്ടിൽ ചെയ്തു. പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുത്തു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നമ്മളൊരു ഡോക്യുമെൻ്റ് റെഡിയാക്കണമെന്നുണ്ടെങ്കിലേ അതൊരു 3-4 തവണ നമ്മൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസുകളിൽ കയറി ഇറങ്ങണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ് കേട്ടോ. അതായത് ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ എന്തായാലും നമ്മൾ അവിടെ കയറി ഇറങ്ങേണ്ടി വരും. 3-4 തവണ. പിന്നെ അങ്ങനെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് റെഡിയാക്കി അതിൻ്റെ ലൈസൻസിങ്, രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. GST, പിന്നെ അതായത് അവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അതിനുവേണ്ടി GST, അതിൻ്റെ എല്ലാം പണികളായിരുന്നു ഇത്രയും ദിവസം. അതായത് നാട്ടിൽ പോയ സമയത്തൊക്കെ ഈ പണികൾ ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി ഞാനിപ്പം പിന്നെ ഷോപ്പ് അൽഹംദുലില്ലാ അവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഷോപ്പ് നമ്മളൊന്നും കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് വെക്കേഷന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അതാണ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഉപ്പാൻ്റെ ഷോപ്പ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിലുള്ള ഒരു റൂമിലേക്കാണ് GSTയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്.
പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, അതിൻ്റെ ആ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് മുൻപ് ഞാൻ കുറച്ചൊക്കെ ചെയ്തു. അപ്പം അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരേണ്ട ടൈമാവും, പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അവിടെ ബാക്കിയാവും. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് റെഡിയാക്കി. അതായത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഡക്ട്സ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഫൈനലി ഞങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത് വെബ്സൈറ്റാണ്. അൽഹംദുലില്ലാ വെബ്സൈറ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. അതിൽ ഫൈനലിലേക്ക് എത്തിയപ്പം മറ്റേ പേയ്മെൻറ്റ് ഗേറ്റ്വേയും സംഭവങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് പണികൾ, അതിൻ്റെ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് സെറ്റാക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് അതവിടെ ഇങ്ങനെ പിന്നെ അത് മാത്രം ആ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. എന്നോട് കഥ പറയുന്നതിനിടയിൽ എൻ്റെ പണികളൊക്കെ ഞാൻ തീർക്കുന്നുണ്ട്. ഇതാ കുളി കഴിഞ്ഞു, ഇനിയിപ്പോൾ നിസ്കാരവും കുറച്ച് നേരം ഖുർആൻ ഓതണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് ഇറങ്ങുന്നത്. ബാക്കിയുള്ള പണികൾക്ക് ഞാൻ എന്തെങ്കിലും മോർണിംഗ് ടൈമിൽ എന്തെങ്കിലും റെഡിയാക്കി വെക്കും. എന്നിട്ട് നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അസർ കഴിഞ്ഞാലാണ് പിന്നെ ബാക്കിയുള്ള പണികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം തന്നെ വെബ്സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തന്നെ വെബ്സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേരും ഡീറ്റെയിൽസൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എന്തായാലും അതൊരു ലോഞ്ചിങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പേരൊന്നും പറയുന്നില്ല. വെബ്സൈറ്റ് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായതാണ്. അപ്പോൾ സംഭവം എൻ്റെ ഈ ഒരു ക്രോക്കറി വെഞ്ചർ നെയിം എന്ന് പറയുന്നത് ക്രോക്കേവ് ആണ് കേട്ടോ. അതായത് ക്രോക്കേവ്, ക്രോക്കറിയുടെ ഒരു ഗുഹ എന്നുള്ളൊരു മീനിങ് വരുന്ന രീതിയിലുള്ളൊരു പേരാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേരിൽ അൽഹംദുലില്ലാ ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 2 weeks ബാക്കാണ് ആ ഒരു പേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ഡീറ്റെയിൽസും ഞാൻ അവിടെ ബയോയിൽ കൊടുക്കാമെന്നുള്ള ഉദ്ദേശമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും കൂടി ഞാൻ ഇന്ന് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും പോയിട്ട് അവിടെ ഫോളോ ചെയ്യാം. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഞാൻ അവിടെ സ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ഞാനത് വീഡിയോ റെഡിയാക്കിയിട്ട് ഞാൻ ക്രോക്കേവിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഉന്നക്കായ ഉണ്ടാക്കേണ്ട പണി ഞാൻ ഇത് ഒരുത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണെങ്കിലും അങ്ങനെയാണല്ലോ പണി പഠിക്കുക അല്ലേ. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ കൊടുത്തതാണ്. അപ്പോൾ ബാക്ക് ടു ക്രോക്കേവ് ഇൻസ്റ്റഗ്രാം പേജ്. മാഷാഅല്ലാ അടിപൊളി റെസ്പോൺസ് ആയിരുന്നു എനിക്കുണ്ടായത്. ക്രോക്കേവ് എന്ന് പറഞ്ഞ പേജിന് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 weeks ആയിട്ടുള്ളൂ ഞാനത് ലോഞ്ച് ചെയ്തിട്ട്. 5000 അടുത്ത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. മാത്രമല്ല എന്ത് പ്രോഡക്റ്റ്സും ഞാൻ അതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇൻഷാ അല്ലാ ഞാൻ മിക്കവാറും നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസിൻ്റെ നമ്പേഴ്സ് കൂട്ടേണ്ടി വരും എന്നുള്ള തോന്നലാണ് ഇപ്പോൾ. കാരണം അത്ര റെസ്പോൺസ് നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം ത്രൂ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെബ്സൈറ്റ് കൂടി ആകുമ്പോൾ നമ്മൾ അത്രമാത്രം സ്റ്റോക്ക് ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇത്രയും ദിവസത്തെ തിരക്കുകൾ. അപ്പോൾ ക്രോക്കേവ് എന്ന് പറഞ്ഞ പേജ് ആവശ്യമുള്ളവരെല്ലാവരും പോയിട്ടൊന്ന് ഫോളോ ചെയ്തേക്ക്. കാരണം ഞാൻ അവിടെ ക്രോക്കറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ ട്രെൻഡ്യോളിൻ്റെ ക്യാമ്പയിനിൽ ഞാനുണ്ട് അൽഹംദുലില്ലാ. പിന്നെ അത്യാവശ്യം നല്ല റാങ്കിങ്ങിലാണ് ട്രെൻഡ്യോളിൻ്റെ ക്യാമ്പയിനിലും ഞാൻ കിടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയും വർക്ക് ഹാർഡ് ചെയ്യണം. അതും ഒരു സൈഡിലൂടെ കൊണ്ടുപോകണം. അബായൻ്റെ പേജിന് വേണ്ടിയിട്ട് അതും മെനക്കിടണം. അബായ പിന്നെ ഇങ്ങോട്ടും എൻക്വയറി വരുന്ന ഓർഡേഴ്സ് എല്ലാം അത് എടുക്കുന്നുണ്ട്. പിന്നെ കാരണം അതിലൊന്നും എനിക്ക് കൂടുതൽ അപ്ഡേഷൻസ് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് മാത്രം ടൈം കിട്ടുന്നില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ ആ ചില്ലി ചിക്കനും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അന്നത്തെ പിന്നെ നോമ്പ് തുറേണ്ട വിഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നെയ്ച്ചോറ്, ചില്ലി ചിക്കൻ, അതുപോലെ പച്ചരി ദോശ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ സെറ്റാക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ആക്റ്റീവ് അല്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതായിരുന്നു. ഇനിയിപ്പം ഞാനിതാ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഇപ്പം ഇവിടെ പറയട്ടെ. ഇതിപ്പം നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കിച്ചൻ്റെ കൗണ്ടർ ടോപ്പാണ്. ഇത് കുറേ ആയിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണുള്ളത്. ഈ ഒരു ഐറ്റംസൊക്കെ വെച്ചിട്ട് എനിക്കതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് തന്നെയാണ്. വീഡിയോസിലൊക്കെ ഇതന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കൗണ്ടർ ടോപ്പിങ്ങിലേക്ക് വേണ്ട ഐറ്റംസിൻ്റെ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഫൈനൽ മേക്ക് ഓവറും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതും ഒന്ന് കണ്ടു നോക്കട്ടോ. അത് രണ്ടും കൂടിയിട്ട് 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഷോപ്പിംഗ് മാത്രമാണ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് മേക്ക് ഓവർ വീഡിയോ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാനിത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഹാപ്പി ആൻഡ് പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. എൻ്റെ മോൻ ഇഷാൻ സെനിയർ, അവൻ സൈലത്തിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് 2 years ആയിട്ട്. ഞാൻ പലപ്പോഴും ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ JEE
മെയിൻസ് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ഹോൾ സൈലം നോക്കുകയാണെങ്കിൽ 99% മുകളിലുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ അത് ആകെ 7-8 കുട്ടികളാണ് ഉള്ളത്. അതിൽ അൽഹംദുലില്ലാ അവനും ഉണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഒരു പേഴ്സൻറ്റൈൽ അവനക്ക് കിട്ടിയിട്ട് കണ്ടപ്പം. അത്രമാത്രം ഹാർഡ് വർക്ക് അവന് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അവൻ സൈലം ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. ഗോകുലം സ്കൂളായിരുന്നു അവൻ്റെ സ്കൂളിങ്. +1 +2 ഗോകുലം സ്കൂളുമായിട്ടുള്ള ഇൻറ്റിഗ്രേഷനിലാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതാ അതിൻ്റെ കുറേ സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ പത്രത്തിലൊക്കെ അവരുടെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി ഇൻഷാ അല്ലാഹ് അവൻ്റെ മെയിൻ ഫോക്കസ് IIT കിട്ടലാണ്, അതായത് JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്യലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. നല്ല സ്കോറോടുകൂടിയാണ് അവൻ JEE മെയിൻസ് ക്രാക്ക് ചെയ്തു. അതായത് 99.41 ആണ് അവൻ്റെ സ്കോർ. ഒരു 99+ ഉള്ളത് കൊണ്ട് തന്നെ NIT സീറ്റ് സേഫാണ്. പക്ഷേ മെയിൻ ഫോക്കസ് IIT ആണ്. ഇനിയിപ്പം IITയും കൂടി ട്രൈ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കുക ചെയ്യുക. അവനും അവൻ്റെ കൂടെയുള്ള എല്ലാ മക്കൾക്കും അവർ ഉദ്ദേശിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ പടച്ചവൻ നീക്കി കൊടുക്കട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ഉള്ളത്. പിന്നെ വെച്ചാൽ എത്രമാത്രം അവർ എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു റിസൾട്ട് എന്തായാലും അവർ കിട്ടാതിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഹോപ്പ് ഇൻഷാ അല്ലാഹ്. അടുത്തത് നമ്മുടെ കാശ്മീർ ട്രിപ്പ്. അതായിരുന്നു ബിസി ആവാനുള്ള വേറൊരു കാരണം. കഴിഞ്ഞ മാസം ലാസ്റ്റായിരുന്നു ഞങ്ങൾ കാശ്മീരിലേക്ക് ട്രിപ്പ് പോയത്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ഡെസ്റ്റിനേഷനായിരുന്നു കാശ്മീർ. ഇത് ഞാനും എൻ്റെ സിസ്റ്റേഴ്സുമാണ്. ഞങ്ങൾ 3 പേരും പിന്നെ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടും കൂടിയാണ് ഞങ്ങൾ കാശ്മീരിൽ പോയത്. ഞങ്ങൾ 4 ലേഡീസ് മാത്രമായിട്ടാണ് പോയത്. ട്രാവൽ ഏജൻസി ത്രൂ ഒന്നുമല്ല പോയത് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഒരു കാശ്മീരി ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പം അവർ അവിടെ ഉള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പോയത്. അൽഹംദുലില്ലാ അടിപൊളി ട്രിപ്പായിരുന്നു. അതായത് ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ. കാരണം കാശ്മീരിൽ നമുക്ക് അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇനി പോവുകയാണെങ്കിൽ തന്നെ ട്രെയിനിലൊക്കെ പോകണം. ട്രെയിനിൽ പോക്കെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ലേഡീസ് മാത്രമായിട്ട് പോകുമ്പം 2-3 ഡേയ്സ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്താം. പിന്നെ ഞങ്ങൾ പോയത് അൽഹംദുലില്ലാ ബൈ എയർ ആയിരുന്നു, ഫ്ലൈറ്റിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ എല്ലാം ഈസി ആയിട്ട്. കാരണം എയറിൽ പോകാന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിപ്പെടൽ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ട്രാവൽ ഏജൻസി ഒന്നും ഇല്ലാതെ പോകുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ 4 ലേഡീസ് മാത്രമായിട്ട് പോയത്. ഒന്നും പറയാനില്ല. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും എൻ്റെ വാട്സപ്പ് സ്റ്റോറിയിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് മാത്രം എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. അപ്പം അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ കുറേ ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. കാരണം നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നമ്മൾ മാത്രമായിട്ട് പോയൊരു ട്രിപ്പായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലെവൽ വേറെ തന്നെ ആയിരുന്നു. അപ്പം അതും അതിൻ്റെ പ്ലാനിങ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ കാരണമായിട്ടും ഇങ്ങനെ കുറേ ഡിലേ ആയിപ്പോയി എൻ്റെ വീഡിയോസിൽ. ഫാമിലീൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ എല്ലാ ട്രിപ്പും മുൻപ് പ്ലാൻ ചെയ്തതും പോയതും എല്ലാം തന്നെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേഡീസ് ഓൺലി ട്രിപ്പ് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഒരു പെട്ടെന്നൊരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തത്. ഞാനും എൻ്റെ സിബ്ലിങ്സും, അതായത് എൻ്റെ സിസ്റ്റേഴ്സ്, യങ്ങർ സിസ്റ്ററും എൻ്റെ എൽഡർ സിസ്റ്ററും കൂടിയിട്ട് പ്ലാൻ ചെയ്തത്. നമുക്ക് മാത്രമായിട്ട് അങ്ങ് പോയാലോ, നമ്മൾ വേറൊരു ഗ്രൂപ്പിനൊന്നും തിരയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ 3 അൽഹംദുലില്ലാ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്. അവർ 3 ആളും തന്നെയായിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു പറഞ്ഞില്ല ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്, അവൾ പറഞ്ഞ് ഞാനും ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 4 പേരായത്. അങ്ങനെ നല്ല രസമുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു. അതായത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ നേരെ ശ്രീനഗറിലേക്ക് പോയത്. തിരിച്ചതുപോലെ ശ്രീനഗർ ടു ഡൽഹി ടു കണ്ണൂർ. ആ ട്രാവലിംഗ് എല്ലാം എന്ന് വെച്ചാൽ വേറെ തന്നെ ഒരു രസമായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് നമുക്കൊന്നും നോക്കാനില്ല. മക്കളത് കാര്യം ചിന്തിക്കേണ്ട, ഹസ്ബൻഡിൻ്റെ കാര്യം ചിന്തിക്കേണ്ട ഒന്നുമില്ല. നമുക്ക് നമ്മളെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി അടിപൊളി വൈബ്. എല്ലാവരും ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പുകാരാണ്. ഞാനും എൻ്റെ സിസ്റ്റേഴ്സ് തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാർ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇനി സൂൺ തന്നെ ഞങ്ങൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിലൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് വേണം നമ്മളൊരു ഗ്രൂപ്പാക്കിയിട്ട് കുറച്ച് ലേഡീസിനെ എല്ലാം ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം ആഗ്രഹങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം വിചാരിച്ച പോലെ നടക്കട്ടെ. ഞങ്ങളെന്തായാലും ഇനി നെക്സ്റ്റ് ട്രിപ്പ് സൂൺ തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തിരക്കുകളുടെ വിശേഷങ്ങൾ.
അപ്പോൾ നമുക്കിനി എൻ്റെ കിച്ചൺ മേക്ക് ഓവറിൻ്റെ ഷോപ്പിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതിന് 2-3 ഷോറൂംസിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഓസി ഹോമിലാണ്. എനിക്ക് കാനിസ്റ്റേഴ്സ് വാങ്ങാനുണ്ടായിരുന്നു, അതായത് ഷുഗർ കോഫി എല്ലാം ഇട്ട് വെക്കാനുള്ള സ്റ്റോറേജ് ബോക്സസ്, പിന്നെ പ്ലേറ്റ്സ്. റമദാന് മിക്കവാറും എല്ലാ റമദാനും ഞാൻ എൻ്റെ ഡിന്നർ സെറ്റ് പുതിയത് എന്തെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കെന്നല്ല സാറക്കും എല്ലാം ഇഷ്ടമായി. പക്ഷേ ഭയങ്കര റേറ്റ് ഉണ്ട്. പെർ പീസ് 35 dirhams ആണ് അതിൻ്റെ റേറ്റ്. അതും ഓഫർ പ്രൈസാണ് കേട്ടോ. അങ്ങനെ അതൊരു 7 പീസ് വാങ്ങി. പിന്നെ ഗ്ലാസ്സസ് കണ്ടില്ല, ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ്സസ്. ഓസി ഹോമിലെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ. ഭയങ്കര കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, മറ്റുള്ള ഷോറൂംസിലെന്ന് വെച്ചാൽ നമുക്ക് അതുപോലുള്ളത് വേറെ പല സ്ഥലത്തും കാണാൻ ചാൻസസ് ഉള്ള കൈൻഡ് ഓഫ് ഐറ്റംസ്. പക്ഷേ ഇവിടുത്തെ എല്ലാവരും വ്യത്യസ്തത ഉള്ള പ്രോഡക്റ്റ്സാണ്. കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഓസി ഹോമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ റേറ്റും ഉണ്ട്. പിന്നെ വെച്ചാൽ ഓഫേഴ്സ് പലപ്പോഴായിട്ട് ഓഫേഴ്സ് ഉണ്ടാവും. ഓഫേഴ്സ് ഉണ്ടെങ്കിൽ കൂടി മിക്കവാറും നല്ല റേറ്റ് ആയിരിക്കും. അതിനിടയിൽ ഇതാ സാന് ഭയങ്കര പ്രശ്നമെല്ലാക്കുന്നുണ്ട്. അവനിക്ക് എന്തൊക്കെയോ അവന് വിചാരിച്ചെന്തോ കാര്യം നടന്നിട്ടില്ല, അതിൻ്റെ പേരിൽ കരയുന്നുണ്ട്. ഞാൻ അവനെ സമാധാനിപ്പിക്കുന്നു. ഒരു ജ്യൂസ് ഡിസ്പെൻസർ വാങ്ങി ടേബിൾ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സാധനമുണ്ട്. മുകളിൽ വുഡൻ ലിഡ്, താഴെ ഒരു സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട്. അടിപൊളി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം. ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 110 dirhams അങ്ങനെയാണ് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ നമ്മുടെ പെപ്പർ ഗ്രൈൻഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ വാങ്ങിയ പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നില്ല, എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് നാട്ടിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ കാണിക്കുന്ന വീഡിയോസിൽ നിന്നൊക്കെ പലരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചിട്ട് ഇന്ന പ്രോഡക്റ്റ്സ് വേണം, ഇത്ര ഐറ്റംസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളൊക്കെ പുതിയ കളക്ഷൻസ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഹോം സെൻറ്ററിലൊക്കെ ഒരുപാട് ഐറ്റംസ് പുതിയത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എനിക്കവിടെ പോയിട്ട് വീഡിയോ എടുക്കാതെ വരുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട്. അതായത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും അതിനായിട്ടൊരു ദിവസം പോയിട്ട് ഓസി ഹോം അതുപോലെ ഹോം സെൻറ്റർ ഇവിടെയുള്ള കിച്ചൺ ആക്സസറീസും സംഭവങ്ങളൊക്കെ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. മുൻപൊക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്യ എന്ന് വെച്ചാൽ എപ്പോഴും ഒരേ കൈൻഡ് ഓഫ് ഐറ്റംസാണ് അവിടെ ഉണ്ടാവുക. അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചാൽ ഇയർലി കുറച്ച് ഇങ്ങനെ അപ്ഗ്രേഡേഷൻ കാണാറുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എന്തായാലും ചെയ്യുന്നില്ല. ഇത് രണ്ടും എന്തായാലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞങ്ങളിത് അവിടെ 7 പീസസ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബൗൾസും വാങ്ങി. ബൗൾസും 35 dirhams തന്നെ റേറ്റ് ഉണ്ട്. പിന്നെ ചെറിയ ഹാഫ് പ്ലേറ്റ്സും അത് ടേബിൾ വെയർ ആയിട്ട് പുതിയത് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു പ്ലേറ്റ്സ് കുറച്ച് റേറ്റ്, അതായത് ഓരോന്നും 35 dirhams വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ചോദിക്കാമല്ലോ, നല്ല റേറ്റ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. അതുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഒരു ക്ലൗഡ് കപ്പും കൂടി, കപ്പ് ആൻഡ് സോസർ, അതും സാറ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫൈനലി അത് ബില്ല് ചെയ്യാണ്. അപ്പം നമുക്ക് ഉദ്ദേശിച്ച കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടി. അതായത് കൗണ്ടർ ടോപ്പിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളത് ആ ചുറ്റുവട്ടത്ത് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള ഷോറൂംസ് വരുന്നത്. അതായത് ഹോം സെൻറ്ററും അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഐക്യ നേരെ വന്നത് ഐക്യയിലേക്കാണ്. നമുക്കൊരു സ്ട്രെയിനർ ഇവിടുന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. പക്ഷെ അത് വാങ്ങിയിട്ടില്ല. കാരണം അത് അതിൻ്റെ ചെറിയ സൈസ് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു വന്നത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വലുത് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് മാച്ച് ആവില്ല. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. അങ്ങനെ ഇത് ഐക്യയിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്തിട്ടോ. നമുക്ക് കൗണ്ടർ ടോപ്പിലേക്കുള്ള ക്ലോക്ക്, പിന്നെന്തായിരുന്നു സ്പാച്ചുല, ഇങ്ങനെ ചെറിയ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടി. അതിനിടയിൽ സാനും ഇനായക്കും വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ ഫുഡ് കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട്. ലേറ്റ് നൈറ്റ് ആയിട്ട് നമ്മൾ ഈ ഓസി ഹോമിലേക്ക് തന്നെ 10 മണിക്ക് എത്തിയത്. ഇവിടെ പിന്നെ റമദാനിൽ ഫുൾ ലൈവാണല്ലോ, അതായത് സുബൈ വരെ ഫുൾ ഓണാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇവിടെ 1 മണി 1:30 മണിക്കാന്ന് തോന്നുന്നു പിന്നെ ഈ ഐക്യ ക്ലോസിങ്. അങ്ങനെ അതിനിടയിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു.
ലെൻറ്റിൽ സൂപ്പും പിന്നെ മീറ്റ് ബോൾസ്, ഇനായ്ക്ക് മീറ്റ് ബോൾസ് വേണമെന്നിട്ട് അത് ഓർഡർ ചെയ്ത് ലെൻറ്റിൽ സൂപ്പ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ചെറിയ കേക്ക് പേസ്ട്രീസ് അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു. അതിനുശേഷമാണ് ബാക്കിയുള്ള ഷോപ്പിംഗ് നടത്തിയത്. ഇത് കഴിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത്താഴത്തിനൊന്നും വേണ്ട, കാരണം ഇതിപ്പോൾ ലേറ്റ് ആയിട്ടാണല്ലോ കഴിക്കുന്നത്. അത്താഴത്തിന് എന്തെങ്കിലും ലൈറ്റായിട്ടൊരു പിന്നെ ഒരു ഗ്ലാസ് പാലോ ഈത്തപ്പഴോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാൽ മതിയാവും. മിക്കവാറും ദിവസങ്ങൾ ഇതുപോലെ ലേറ്റായിട്ട് പിന്നെ ഒരു എന്താ പറയുക 3 മണി ഒക്കെ ആവും ഞങ്ങൾ കിടക്കാൻ തന്നെ. എന്നിട്ട് അത്താഴത്തിന് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിസ്കരിച്ച് കിടക്കാറാണ് പതിവ് കേട്ടോ. പിന്നെ പിറ്റേന്ന് സ്കൂളിൽ നോക്കുകയാണെങ്കിൽ 11 മണി വരെ ഇനാക്ക് ക്ലാസ് ഉള്ളൂ. അത് പിന്നെ അവൾ തന്നെ എഴുന്നേറ്റിട്ട് പോയിക്കോളും. അവൾ തന്നെ ഒരുങ്ങി മാറ്റിയിട്ട് അവളങ്ങ് പോവും. ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ മോന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഐക്യന്ന് വാങ്ങിയ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ബില്ലിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹോം സെൻറ്ററിലേക്കാണ് കേട്ടോ. ഹോം സെൻറ്ററിൽ പോകുമ്പോഴേക്ക് അത്യാവശ്യം ലേറ്റ് ആയിന്. എന്നിരുന്നാലും അവിടെയും നമുക്ക് കുറച്ച് ടൈം ഉണ്ട്. പിന്നെ അതായത് ഞാൻ പറഞ്ഞില്ല 1 മണി വരെ ഷോറൂംസ്, 1-1:30 വരെയൊക്കെ ചില ഷോറൂംസ് ഉണ്ട്. അങ്ങനെ നേരെ അവിടെ പോയി നമുക്ക് ചില്ലി പൗഡർ ഇടാൻ വേണ്ടിയിട്ടൊരു കാനിസ്റ്റർ വേണമായിരുന്നു. അപ്പം അതെടുത്തു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ അതായത് ഈ വുഡൻ ട്രേ, നല്ല ഭംഗിയുള്ള ഒരുപാട് ട്രേ കളക്ഷൻസ് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കുറച്ച് റേറ്റും ഉണ്ട് അതുപോലെ തന്നെ. പിന്നെ അതിൽ നിന്ന് ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് അത്യാവശ്യം വലിയ ട്രേ തന്നെ എടുത്തു. ഈ ഒരു ട്രേ ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. 79 ദിറംസ് ആയിരുന്നു പിന്നെ ഉണ്ടായത് കേട്ടോ. ആ ഒരു ട്രെയിനിൻ്റെ പ്രൈസ് അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ വെച്ചാൽ എനിക്കൊരു കസ്റ്റമർക്ക് ഒരു 3 ടീ കപ്പ് സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് 3 എടുത്തു. ഈ ഒരു ഹോട്ട് പോട്ട്സൊക്കെ അവിടെ ഉള്ള പുതിയ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് അവിടത് പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം. പിന്നെ ബട്ടർ ഡിഷ് കുറേ ആയിട്ട് ഒരേ ഡിഷാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബട്ടർ ഡിഷ് എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട്, നല്ല ഭംഗിയുണ്ട്. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു ജഗ്ഗും കൂടി എടുത്തു. ജ്യൂസ് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനായിട്ടുള്ള ഒരു ജഗ്, ഒരു സെറാമിക് ജഗ് അതുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ടീ കപ്പ് സെറ്റ് ഇതാണ്. പിന്നെ അതുകൂടാതെ വേറെ 2 കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയും കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്താൽ ഇതാണ് ഒരെണ്ണം വാങ്ങിയത്. പിന്നെ 3ാമത്തേതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഫൈനൽ ലുക്കും എല്ലാം ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അതായത് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കൊക്കെ കാണിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ കണ്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. കാരണം കുറേ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ തോട്ട്സ് എന്താ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താ എല്ലാം നോക്കിയിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ. ഇൻഷാ അല്ലാഹ് മേ ബി കമൻസിലൂടെ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായാലോ പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും കേട്ടോ, എന്തായാലും ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.